ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ 2 ഉപകാരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചത് തന്നെയായിരിക്കും. എന്താണെന്നല്ലേ, നമ്മളിപ്പോൾ ഫേസ്ബുക്കിലെയോ യൂട്യൂബിലെയോ ഇൻസ്റ്റാഗ്രാമിലെയോ വീഡിയോ പ്ലേ ചെയ്ത് കാണുന്ന സമയത്ത് ആ ആപ്ലിക്കേഷനിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രീൻ ഓഫായി കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ പോസ് ആവും. അത് നമുക്ക് പ്ലേ ചെയ്യാനോ അതിൻ്റെ വീഡിയോ ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യിക്കാനോ സാധിക്കില്ല. എന്നാൽ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ വക വീഡിയോകൾ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഓഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇനി രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം, മൊബൈൽ ഉപയോഗിക്കും പക്ഷേ മൊബൈൽ ലോക്ക് ചെയ്യാൻ മറന്നിട്ട് പോക്കറ്റിലിടും. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോക്കറ്റിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് പല ആളുകൾക്കും കോളുകൾ പോകും, വീഡിയോ പ്ലേ ആകും, ആപ്ലിക്കേഷൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അൺഇൻസ്റ്റാൾ ആകാനും ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിട്ടില്ല. എന്നാൽ മൊബൈൽ നമ്മൾ പോക്കറ്റിൽ ഇടുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാകും. ഇതൊക്കെ സെൻസർ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെ ഉപയോഗിക്കാം, ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നമുക്ക് ആവശ്യമില്ല, ഡോൺ അലോ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ പരസ്യം ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണുന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കാൻ കാണിക്കും. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ സംഭവം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്: സ്ക്രീൻ ഓഫ്, അതുപോലെ തന്നെ സ്ക്രീൻ ലോക്ക്, സ്ക്രീൻ ഓൺ. സ്ക്രീൻ ഓഫിലാണ് ഇപ്പോൾ ഉള്ളത്. സെൻസർ ഭാഗത്ത് ഇവിടെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ലോക്ക് ആകുന്നതായിട്ട്, അതായത് സ്ക്രീൻ ഓഫ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ഇനി യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. യൂട്യൂബിൽ നമ്മൾ തന്നെ ഒരു വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. സെൻസർ ഭാഗത്ത് കൈവച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വീഡിയോ പോസ് ആകുന്നില്ല, നമുക്കതിൻ്റെ ഓഡിയോ കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇനി കൈ തന്നെ വെക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ കടലാസോ ഇതുപോലെ സെൻസറിന്റെ ഭാഗത്ത് അടച്ചു പിടിച്ചാൽ മതി, അല്ലെങ്കിൽ മൊബൈൽ ഒന്ന് കമിഴ്ത്തി വെച്ചാലും മതി. ആ വീഡിയോ ഒരിക്കലും പോസ് ആകുകയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. ഇനി ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എന്താണെങ്കിലും സെൻസറിന്റെ ഭാഗത്ത് ഇതുപോലെ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ ഓഫ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യിക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, സാധാരണ പല ആളുകൾക്കും പറ്റുന്ന അബദ്ധം, ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സ്ക്രീൻ ലോക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ചെയ്യും, പക്ഷേ ഫോൺ ലോക്ക് ചെയ്യാൻ മറന്നിട്ട് പോക്കറ്റിലിടും. അതിനായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ചെയ്യുന്ന ഈ ഒരു സംവിധാനം, അതായത് സ്ക്രീൻ ലോക്ക് എന്ന ഈ ഒരു ഭാഗം നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ഒരു ക്യാപ്ച നിങ്ങൾ കാണാൻ സാധിക്കും. കൃത്യമായിട്ട് 4 അക്ഷരമേ ഉണ്ടാകുകയുള്ളൂ. അത് കൃത്യമായിട്ട് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും കാണിക്കുക. അത് തന്നെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആക്റ്റീവ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ആക്റ്റീവ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ആക്ടിവേറ്റ് എന്ന ഈ ഒരു ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആകും. കണ്ടോ, രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്ക്രീൻ ലോക്ക് ആകുന്നതെന്ന് നോക്കാം. ഈ ഒരു സെൻസറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പോക്കറ്റിൽ ഇടുമ്പോൾ സെൻസറിൻ്റെ ഭാഗം അടഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ലോക്ക് ആകും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ സെൻസറിൻ്റെ ഭാഗത്ത് കൈയൊന്ന് വെക്കുകയാണ്, മൊബൈൽ ലോക്കായി. ഓക്കെ, ഇനി മൊബൈൽ തുറക്കണമെങ്കിൽ നമ്മൾ ഫിംഗർ മാത്രം കൊടുത്താൽ പോരാ, നമ്മളുടെ ആ ഒരു പാസ്കോഡ്, ഇപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ പാസ്കോഡ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ എൻ്റർ ചെയ്യണം, എങ്കിൽ മാത്രമേ ഓൺ ആകുകയുള്ളൂ. വളരെ നല്ലൊരു സൗകര്യം തന്നെയാണ്, കാരണം പോക്കറ്റിൽ നിന്നും അനാവശ്യമായിട്ട് ഫോൺ പ്രവർത്തിക്കില്ല. ഓക്കെ, ഫോൺ ലോക്ക് ചെയ്യാതെ പോക്കറ്റിൽ ഇടുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും, കാരണം പോക്കറ്റിൽ നിന്നും അനാവശ്യമായിട്ട് നമ്മുടെ ഫോൺ പ്രവർത്തിക്കില്ല. ഓക്കെ, ഇനി നമുക്കിത് മാറി മാറി ഉപയോഗിക്കാം. നേരത്തെ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏതാണ് വേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതുപോലെ മാറി മാറി ഉപയോഗിക്കാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ മുകളിൽ കാണുന്ന ആ ഒരു ടോഗിൾ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അതിങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കില്ല, ഈ ഒരു സെൻസർ പ്രവർത്തിക്കില്ല. കണ്ടോ,
ഇവിടെ സെൻസർ പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡിസേബിൾ ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.